ഈ ആഴ്ച റസ്മിൻ ഭായ് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത്, അല്ലെ അപ്സരയും കൂടെ എവിക്റ്റ് ആയി ഈ ആഴ്ച പുറത്തു പോകുന്നുണ്ട്. ഡബിൾ എവിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് 100 കൂട്ടം കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിനും ക്ലാരിറ്റി ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ അങ്ങ് തന്നേക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം CS റോക്കേഴ്സ്. അപ്പൊ എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ. റസ്മിൻ ഭായ് മാത്രമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. എങ്ങനെയാ പുറത്തു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പലകയുണ്ട്, അതിൽ 20ഓളം ഹോൾസ് ഉണ്ട്. നമ്മുടെ പേര് എഴുതിയ ബോൾ കുറെ ഉണ്ടാവും, 20 ബോൾ. അപ്പൊ ആ ഫോട്ടോയിൽ കറക്റ്റ് അടുക്കി വെച്ച ആൾക്ക് ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു കയറാം. ആ ഓട്ടം നടക്കാൻ പറ്റാത്ത ആൾക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാം. അങ്ങനെ ഇതാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയുന്ന 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്സര ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതായിരിക്കും. അതിന് യാതൊരു സംശയം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇപ്പൊ കുറവ് നിൽക്കുന്നത് നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ അപ്സരയുമാണ്. അപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റ വ്യത്യാസം അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഭയങ്കര എഫേർട്ട് ഇട്ട് ഗെയിം കളിച്ച് ഭയങ്കര രീതിയിൽ അട്ടിമറി സംഭവിച്ചാൽ മാത്രമേ അപ്സരയ്ക്ക് ഈ ആഴ്ച 3 ദിവസം കൊണ്ട് എന്തെങ്കിലും അപ്സര ചെയ്താൽ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ ടോപ്പ് 5 കയറാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അപ്സര ചെയ്താൽ അപ്സര ഈ പ്രാവശ്യം എവിക്റ്റ് ആയി പോവില്ല, അല്ലെങ്കിൽ അപ്സര എവിക്റ്റ് ആയി പോകാൻ തന്നെ ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ ഋഷി, രണ്ടുപേരാണ് ഇപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. കേട്ടല്ലോ. അതേ സമയത്ത് ഞാൻ ഈ വീഡിയോ എങ്ങനെ എവിക്ഷൻ നടക്കുന്ന, ആരെ പുറത്തു പോകുന്നതൊക്കെ പറഞ്ഞ് കുറെ മുമ്പ് അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലോഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടവരൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കണം മോശമായിട്ടുള്ള കമന്റ്സ് ആയിരിക്കുന്നതാണ്. എന്താ വെച്ചാൽ അങ്ങനെയാണ് ഇത്രയും ദിവസം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലത്തെ കമന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നലത്തെ ആ ടെലികാസ്റ്റിംഗ് അല്ലെങ്കിൽ ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നടന്നത്. ചേട്ടൻ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ സോ താങ്ക് യു. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേഗം ലഭിക്കാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസം എപ്പിസോഡ് ഉണ്ടോ, എപ്പോഴാണ് ഗ്രാൻഡ് ഫിനാലെ, ആരൊക്കെയാണ് ടോപ്പ് 5 എല്ലാം ഞാൻ അടുത്ത കുറച്ചു നേരം കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് ലഭിക്കാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ. കിടക്കാച്ചി വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.